രണ്ടുപേർക്കുണ്ടല്ലോ കത്ത് ഓരോന്ന്. കൊടുത്തേക്കോ മൂപ്പർക്ക്? ഭാഷയുടെ കത്താ രണ്ടുപേർക്കുണ്ട്. ഡൽഹിന്നാവും. നിനക്ക് പിന്നെ പ്രേമലേഖനാണെന്ന് വിചാരിക്കാം. എനിക്കെന്താ അവൾ എഴുതാൻ? നോ എക്സ്ചേഞ്ച്. എന്റെ കത്ത് നീ വായിക്കുന്നു, നിന്റെ കത്ത് ഞാനും. പ്രിയപ്പെട്ട എബിക്ക്, വല്ലപ്പോഴും ഒരിക്കലും ഒരു കത്തയക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് എടുക്കാമല്ലോ, അല്ലേ? അല്ലേ? ഇന്നലെയാണ് ഡാഡിയുടെ കൂടെ ഡൽഹിയിലെത്തിയത്. പണ്ടൊക്കെ ഡൽഹി ഒരു വലിയ കൗതുകമായിരുന്നു. ഇപ്പൊ അതുമില്ല. ഇന്നലെ രാത്രി കുറെ നേരം ഡാഡിയും ഞാനും എബിയെ കുറിച്ച് സംസാരിച്ചു. ഡാഡിയാണ് പറഞ്ഞത് എബിക്ക് എഴുതാൻ. ഡാഡി പറയാ ഇപ്പോഴും വൈകിട്ടില്ലാന്ന്. എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോണി എന്റെ കത്ത് നീ വായിക്കണ്ട. രാത്രി കുറെ നേരം ഡാഡിയും ഞാനും എബിയെ കുറിച്ച് സംസാരിച്ചു. ഡാഡിയാ പറഞ്ഞത് എബിക്ക് എഴുതാൻ. ഡാഡി പറയാ ഇപ്പോഴും വൈകിട്ടില്ലെന്ന്. എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോനയ്ക്ക് കഴിയാതെ വരില്ലെന്ന്. ഒരു പക്ഷേ എബിയുടെ മനസ്സിലുള്ളതുപോലെ സോനയുടെ മനസ്സിലും അതേ തോന്നലുണ്ടായിക്കൂടുന്നില്ലല്ലോ. പ്രേമമെന്ന് പറയുന്നത് അങ്ങനെയാണ് ബി. ഇത്ര അടുത്ത കൂട്ടുകാരിയായിട്ടും എബിയുടെ മനസ്സെന്തെന്നറിയാൻ സോനയ്ക്ക് കഴിഞ്ഞു. അതുപോലെ എബിക്കും കഴിയില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. എല്ലാം തുറന്നു പറയൂ സോനയോട്. പരസ്പരം ഒന്നും മറച്ചു വെക്കാറില്ലെന്ന് നീ പഠിച്ചിട്ട് ഇത്രയും വലിയൊരു ചതി നിനക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞൂടാ? ഒരു സൂചന എപ്പോഴെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ വിട്ടുവേഷം കേട്ടുമായിരുന്നു. ഒരു വാക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ? പ്രകാശിനോട് എന്താ മറുപടി പറയണ്ടെന്ന് 1000 വട്ടം ചോദിച്ചില്ല ഞാൻ. അപ്പൊ പറഞ്ഞൂടായിരുന്നോ നിനക്ക്? പക്ഷേ ഡാഡിയെ കാണാൻ പോകാഞ്ഞതിന് അന്ന് എന്ത് മാത്രം ഞാൻ നിന്നെ ശകാരിച്ചു. അപ്പോഴെങ്കിലും പറഞ്ഞൂടായിരുന്നോ നിനക്ക്? എല്ലാം ഉള്ളിലൊതുക്കി വെച്ച് നടന്നില്ലേ നീ? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? നിന്നെ കാണും വലുതാണ് എനിക്ക് പ്രകാശിന്റെ സ്നേഹം. നിന്നെ സങ്കടപ്പെടുത്തിട്ട് എനിക്ക് ഒന്നും വേണ്ട. ആരും എന്നെ സ്നേഹിക്കണ്ട. ആരും എന്നെ വിവാഹം കഴിക്കണ്ട. എന്നെ തൊടണ്ട. തോൽപ്പിച്ചില്ലേ നീ എന്നെ? പറ്റിച്ചില്ലേ നീ എന്നെ? എന്താ നിനക്ക്? എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. പറ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? പറയടാ, പറഞ്ഞു താടാ. എന്താ ചെയ്യേണ്ടത് ഞാനിനി?
എന്തുവാ പോവാന്നോ? അത് കൊള്ളാമല്ലോ. പെട്ടെന്ന് എവിടെ നിന്നുണ്ടായി ഈ കോച്ചിങ് ക്യാമ്പ്? പെട്ടെന്നുണ്ടായതല്ല പപ്പ, നേരത്തെ സെലക്ഷൻ കിട്ടിയിരുന്ന. നീണ്ടുപോയി ഇപ്പൊ ആയെന്നേ ഉള്ളൂ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആകെ 3 പേർക്കേ കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ ശരിയായിരിക്കും. എന്നാൽ ഇപ്പൊ നീ പോണ പ്രശ്നമില്ല. ഇതിപ്പോ എന്റെ കോഴ്സ് കഴിഞ്ഞല്ലേ, ഇത് ലാസ്റ്റ് ചാൻസാ, എനിക്ക് പോണം. എന്നാൽ ഇവളുടെ കല്യാണല്ലേ അബി? നാളെ മനസ്സോദ്യം, പിന്നെ ആകെ 10 ദിവസം പോലും ഇല്ല. അതിനിടയ്ക്ക് അവൻ പോവാന്ന് പറഞ്ഞ അതിപ്പോ രണ്ടും ഒരുമിച്ചായതിന് ഞാനെന്ത് ചെയ്യാനാ? രണ്ടും ഒരുമിച്ചായെങ്കിൽ ക്യാമ്പിന് പോണ്ടാൻ തീരുമാനിച്ച പോരെ? ഇനി ഇപ്പൊ പോവാതിരുന്നാ ശരിയാവില്ല. ഈ സമയത്ത് നീ പോവാന്ന് പറഞ്ഞ ഞങ്ങൾക്കൊക്കെ വിഷമല്ലേ അത്? താനുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കായിരുന്നു ഞാൻ. കത്തുകൾ ഇനിയും കുറെ പോസ്റ്റ് ചെയ്യാനുണ്ട്. വിളിക്കേണ്ടവർ ബാക്കി. ഒക്കത്തിനും മുൻപന്തിയിൽ നിൽക്കേണ്ട ആളല്ലേ താൻ. അല്ലെങ്കിൽ തന്നെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇവനില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാരെന്താ കരുതുക? ഞാനില്ലെങ്കിലും കല്യാണം നടക്കാതിരിക്കില്ലല്ലോ. നീ എന്താ ഇങ്ങനെ റഫായി സംസാരിക്കുന്നേ? പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട. ഇനിയിപ്പോ നിങ്ങളൊക്കെ എതിർത്താലും എനിക്ക് പോകാണ്ട് പറ്റില്ല. ഇവളെന്താ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കുന്നേ? ഇവള് പറയട്ടെ. കുഞ്ഞുനാൾ മുതൽ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിട്ട് ഇവളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഈവന്റ് വന്നപ്പം ഇവൻ വേണോ വേണ്ടയോന്ന് ഇവള് തന്നെ പറയട്ടെ. പോയിക്കോട്ടെ സണിച്ചായ, അവന് പോണെന്നാണെങ്കിൽ പോയിക്കോട്ടെ. ഇതിപ്പോ പണ്ടാരായിട്ട് പറഞ്ഞ പോലെ ആയല്ലോ. ഇവക്കും ഇത് എന്ത് പറ്റി? ഞാൻ പോണം സോന, പോകുന്നതാ ഇപ്പൊ നല്ലത്. എവിടെയാ ഈ ഇല്ലാത്ത കോച്ചിങ് ക്യാമ്പ്? അങ്ങനെ ഒരു കള്ളം പറയാനാ തോന്നിയത്. നിന്റെ കല്യാണം കഴിഞ്ഞു നീ പോകുന്നവരെ ഞാൻ എങ്ങോട്ടെങ്കിലും മാറിയിരിക്കണം. മാറി നിന്നേ പറ്റൂ. അതെവിടെയായാലും തോന്നുമ്പോ പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു ദൂരത്ത്. ഫൈനൽ ബികോമിനുണ്ടായിരുന്ന അനൂപ് ഇപ്പോ ദാവങ്കരിയില, ഏട്ടൻ്റെ അടുത്ത്. അഡ്രസ് ഉണ്ട് കയ്യില്. ഒളിച്ചോട്ടം അല്ലേ? ഇനി ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് പഴയ സോനയും എനിക്ക് പഴയ എബി ആകാൻ കഴിയാതെ വന്നേക്കും. അത് വേണ്ട. കൂട്ടുകാരൊക്കെ തെറ്റിദ്ധരിച്ചപ്പോഴും ഒരു തമാശ കേൾക്കുന്ന പോലെ നമ്മൾ ചിരിച്ചു തള്ളിയില്ലേ? ഇനിയും നമുക്കതിന് കഴിയും. നിന്റെ പപ്പയും മമ്മിയും എൻ്റെ പപ്പയും മമ്മിയും നമ്മൾ വളർന്നിട്ടും നമുക്കെല്ലാ ഫ്രീഡവും തന്നത് മറ്റൊന്നും നമ്മുടെ മനസ്സിലില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടല്ലേ? അതെന്നും അങ്ങനെ തന്നെ മതി. അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ നമ്മളല്ലാതെ മാറൂല്ലേ? അതിന് നീ പോണോ? നീ പോണോടാ? നിന്നെ ഞാൻ യാത്രയാക്കുന്നതിലും എനിക്കിഷ്ടം നീ എന്നെ യാത്രയാക്കുന്ന. അതിനെ നീ സമ്മതിക്കണം സോന. നാളെ പള്ളിയിലെ മനസ്സോദ്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകും. അന്ന് ഞാൻ നിന്നെ ബാംഗ്ലൂർക്ക് യാത്ര അയച്ച പോലെ നാളെ നീയും എന്നെ യാത്രയാക്കണം. വേണ്ട, ഒന്നും പറയരുത്. കുട്ടിക്കാലം മുതൽ പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായ ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക് ഈ ജന്മം മുഴുവൻ ഓർക്കാൻ. ഇനി നമുക്ക് അത് മതിയടാ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കല്ലേറ്റുങ്കൽ ജേക്കബ് പോൾ ബാബുവിന്റെ മകളായ സോന ജേക്കബ് പോളിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ? സമ്മതമാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് 40 കുരിശിലെ മാത്യു അബ്രഹാം സ്റ്റീഫന്റെ പുത്രനായ പ്രകാശ് മാത്യു അബ്രഹാമിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ?
സത്യമാണോ പറയുന്നത്? சொல்லக்கூடாதுன்னு சோனபி தாங்க சொன்னாங்க. ഇനിയിപ്പോ എന്താ ചെയ്യുക? ട്രെയിൻ പോയി കാണുമല്ലോ. എന്തായാലും പോയി നോക്കാം, നീ വാ. மாரியாத்தா, எல்லாம் நல்லபடியா நடந்ததுன்னா உன்ற கோயிலுக்கு வந்து ஆடு வெட்டி பொங்க வைக்கிறேன் சாமியா. നീ പോയില്ലടാ. പോവാൻ തോന്നുന്നില്ല അല്ലേ? സാരയില്ല, അതങ്ങനെയാ. ഇനിയുണ്ട് സമയം. പല ട്രെയിനുകൾ ഇനിയും വരാനുമുണ്ട്. രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഒന്നുകൂടി വിസ്തരിച്ച് ആലോചിക്കുക. എന്നിട്ട് പോകണ്ടെന്നാണ് തീരുമാനമെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്നേരെ. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ. പക്ഷെ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു. ഞങ്ങൾ നാളെ വെളുപ്പിന് കുട്ടനാട്ടിലേക്ക് വിടുക. ആ അമ്മാമ്മ അല്പം ഇടംതിരിച്ചിലുകാരിയാണെങ്കിലും പ്രകാശന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കില്ല. നിങ്ങൾക്ക് പിരിയാൻ വിഷമമുണ്ടെങ്കിലേ അതിനേക്കാൾ വിഷമമുണ്ടടാ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്നും ഒന്നിച്ച് ജീവിക്കണം എന്ന് തന്നെയായിരുന്നു. നിങ്ങൾക്കത് തോന്നാൻ വൈകിയെന്നേ ഉള്ളൂ. മോളെ, പപ്പ അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഫിറ്റ് അല്ലല്ലോ ജോബേ, പിന്നെന്താ എനിക്ക് കരച്ചിൽ വരുന്നത്? ആ എന്നാ മക്കളെ, എപ്പോഴാന്ന് വെച്ചാ വാ.